ഹലോ കൂട്ടുകാരെ, ഇന്ന് ടെമ്പിൾ പ്രസാദം സ്റ്റൈൽ റവ കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൗത്ത് ഇന്ത്യയായ കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഇവിടെയൊക്കെ ഈ പ്രസാദങ്ങൾ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അമ്പലങ്ങളിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെമ്പിൾ സ്റ്റൈൽ റവ കേസരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കശുവണ്ടിയും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുവാണ്. കശുവണ്ടി അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ കശുവണ്ടിയും കിസ്മിസും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അളവെടുത്തിരിക്കുന്ന കപ്പാണ് കാണിച്ചത്. ആ കപ്പിൽ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വറുത്ത റവയാണ്, അല്ലാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി അതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അടി കരിയാതെ തന്നെ നോക്കണം. ചൂട് കട്ടിയുള്ള പാത്രം തന്നെ വെക്കാൻ വേണ്ടി നോക്കുക. നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിടുന്ന വരെ കൈവിടാതെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതാ നമ്മുടെ റവ ഒന്ന് റോസ്റ്റായി കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ നേരത്തെ കാണിച്ചിരുന്ന കപ്പിലാണ് 3 കപ്പ് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കട്ട പിടിക്കും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തുള്ളി പോലും ഇതിനകത്ത് വെള്ളമില്ല. ആ ഒരു പരുവത്തിൽ വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും നേരത്തെ കാണിച്ചിരുന്ന അതേ കപ്പിലാണ് 1.5 കപ്പ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നമ്മളൊന്ന് ഷുഗറൊക്കെ ഒന്ന് ഡിസോൾവ് ആയി വരണ്ടേ, അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുള്ളതാണ് കേസരി. അപ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കളറ് അല്ല ചേർക്കുന്നത്, മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂ വെള്ളത്തിലിട്ടതിന് ശേഷം അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുങ്കുമപ്പൂ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അത് വഴറ്റി നല്ല കുറുകിയ പരുവത്തിലാക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ലൊരു കുറുകിയ പരുവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ ഒരു 1/4 കപ്പ് നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി വന്നിരിക്കുന്ന നെയ്യും കൂടി അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ആ പാനിൽ നിന്ന് നമ്മുടെ റവ ഒന്ന് വിട്ട് വരണം. ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. പിന്നെ ചേർക്കേണ്ട സാധനം ടെമ്പിൾ സ്റ്റൈൽ ആയതുകൊണ്ട് ഇതിനകത്തേക്ക് കുറച്ച് കർപ്പൂരം, അത് ഒരു പിഞ്ച് മതി, ഒരു ഇച്ചിരി കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഇച്ചിരി പിഞ്ചെടുക്കുക, കൂടി പോകരുത്. ഈ ഒരു സാധനമാണ് നമ്മൾ പ്രസാദമായിട്ട് നമുക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ റവ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നിടം വരെ കൈവിടാതെ ഇളക്കിയെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഇവിടുത്തെ ടെമ്പിൾ സ്റ്റൈൽ റവ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണ്ടേ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു പാനിൽ നെയ്യ് തൂത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ റവ കേസരി ഇട്ട് കൊടുക്കുവാണ്.
അപ്പോൾ അത് അതിനകത്തുനിന്ന് വിട്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അമ്പലത്തിലെ പ്രസാദം പോലെ തന്നെ ടേസ്റ്റാണിതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഗസ്റ്റുകൾ വരുമ്പോഴാണെങ്കിലും നമുക്കിത് തയ്യാറാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.